ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ദ കൊമിക് റെയിൽ. അവഞ്ചേഴ്സ് ഡൂംസ്ഡേ പാർട്ട് 1 കുറിച്ച് പുതിയ ന്യൂസ് ഉണ്ട്. റോബർട്ട് ഡൗണി ജൂനിയർ സെറ്റിൽ നിന്നൊരു ഫോട്ടോ ഷെയർ ചെയ്തിട്ടുണ്ട്. അതിൽ ഫേസിൽ മോഷൻ ക്യാപ്ചർ ഡോട്ട്സ് ഉണ്ടായിരുന്നു. ഇതിനർത്ഥം ഡോക്ടർ ഡൂം ക്യാരക്ടറിന് CGI ഫേസ് കാണിക്കുമെന്നാണ്. ഫാൻസ് വരെ ചെയ്തിരുന്നു മാർവൽ ഡൗണി ജൂനിയറിനെ മാസ്കിൽ ഹൈഡ് ചെയ്യുമെന്ന്. പക്ഷേ ഈ ഫോട്ടോ കൺഫേം ചെയ്യുന്നു ഡൂമിന്റെ ഐക്കോണിക് മാസ്ക് ഷുവറായി വരും. പിന്നെ മാഗ്നറ്റോയും അവന്റെ ഫാമിലി റിയൂണിയനുമാണ് വേറെ വലിയ ടോപ്പിക്. പുതിയ അപ്ഡേറ്റ്സ് പറഞ്ഞതുപോലെ പോളാരിസ് മാഗ്നറ്റോയുടെ കൊച്ച് അവഞ്ചേഴ്സ് ഡൂംസ്ഡേയിൽ വരും. പക്ഷേ ചില റൂമേഴ്സ് പ്രകാരം നേവെ ക്യാമ്പൽ പോളാരിസായി കാസ്റ്റ് ആയിരിക്കുമെന്നും പറയുന്നു. ലേറ്റർ X-Men 97 റൈറ്റർ ബോബി മോഹൻഹാൻ കൺഫേം ചെയ്തു നേവെ ക്യാമ്പൽ ജസ്റ്റ് വോയിസ് ചെയ്യുന്നുവെന്നും പോളാരിസായി X-Men 97 സീസൺ 2 എന്നും. ഇതൊക്കെ ക്ലിയർ ആയി കഴിഞ്ഞാൽ പോളാരിസ് വരും ഡൂംസ്ഡേയിൽ. അനദർ ആക്ട്രസ് ആയി സ്കാർലറ്റ് വിച്ച് ആൻഡ് ക്വിക്ക് സിൽവറും മാഗ്നറ്റോയുടെ മക്കളാണ് കൊമിക്സിൽ. സോ ഈ റീയൂണിയനിൽ അവരും ഇൻക്ലൂഡ് ആകും എന്നാണ് തിയറി. മാർവൽ പ്രീവിയസ്ലി പ്ലാൻ ചെയ്തിരുന്നു സ്കാർലറ്റ് വിച്ചിന്റെ ഫാദറായിട്ട് മാഗ്നറ്റോ ഇൻ ഡോക്ടർ സ്ട്രേഞ്ച് മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നസിൽ. പക്ഷേ ലേറ്റർ കട്ട് ചെയ്തു. ഇപ്പോൾ ഡൂംസ്ഡേയിൽ ഈ സ്റ്റോറി ലൈൻ എക്സ്പ്ലോർ ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഡോക്ടർ ഡൂം ദിസ് മാഗ്നറ്റോ ഫൈറ്റ് സീനും റൂമറായി കേൾക്കുന്നു. ഡൂമാണ് റിപ്പോർട്ടർലി അവഞ്ചേഴ്സ് X-Men ആൻഡ് ഫാന്റാസ്റ്റിക് ഫോറിനെ ഒക്കെ തമ്മിൽ ഫൈറ്റ് ചെയ്യാൻ പുഷ് ചെയ്യുന്നത്. ലേറ്റർ വെൻ ഹി ബിക്കംസ് ഗോഡ് എംപറർ ഡൂം മേ ബി സ്കാർലറ്റ് വിച്ച് അവന്റെ സൈഡ് വിട്ട് അവഞ്ചേഴ്സ് സൈഡിൽ ജോയിൻ ചെയ്യും. പോളാരിസ് ആൻഡ് ക്വിക്ക് സിൽവറും ഇവിടെ മേജർ റോൾ പ്ലേ ചെയ്യാൻ പോസിബിലിറ്റി ഉണ്ട്. റോബർട്ട് ഡൗണി ജൂനിയറുടെ ഫോട്ടോയിൽ ഒരു ബാനർ ഉണ്ടായിരുന്നു, ഡു നോട്ട് നോക്ക്, ട്രസ്റ്റ് യുവർ സെൽഫ്. അപ്പോൾ കാര്യമായ റോളിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുവെന്ന് തോന്നുന്നു. ഫേസിൽ മോഷൻ ഡോട്ട്സ് ഉണ്ടായിരിക്കുന്നത് കൊണ്ട് അയൺമാൻ പോലെ മാസ്ക് CGI ആയിരിക്കാനാണ് ചാൻസ്. തിയറി പ്രകാരം മാസ്ക് ക്ലൈമാക്സിൽ വിയർ ചെയ്യാനാണ് കൂടുതൽ ചാൻസ്. സാൻഡിഗോ കൊമിക് കോൺ പോലുള്ള ഈവൻസിൽ മാർവൽ മേ ബി മോർ ഡീറ്റെയിൽസ് റിലീസ് ചെയ്യും. സോ ഈ അപ്ഡേറ്റ്സിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ്സിൽ ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും പറഞ്ഞു.